നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ബ്രീത്തിങ് വിത്തൗട്ട് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, 3 times അവരുടെ നെയിം പറയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിങ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക കേട്ടോ. അത് വാട്സപ്പ് നമ്പറാണ്, നിങ്ങൾ DM ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സോൾട്ട് തരുന്നുണ്ടാവും കേട്ടോ. പിന്നെ റീഡിങ്സ് നമ്മൾ പേഴ്സണലൈസ്ഡ് റീഡിങ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഇതിലൊന്നും ഒരു ഷുഗർ കോട്ട് ഉണ്ടാവില്ല. എന്താണോ കാർഡ്സിൽ വരുന്നത് അത് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് അതിൽ അയ്യോ അതങ്ങനെ പറഞ്ഞല്ലോ അവർ ആ ഒരു എനർജിയിലേക്ക് നിൽക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങനെ നിൽക്കാറുണ്ട്. അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ, എനിക്കിപ്പം അതിൻ്റെ പേരിലൊരു കർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്താണോ കാർഡ്സിൽ വരുന്നത് അതായിരിക്കും ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ വരിക കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂസ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? Ten of Wands, Queen of Pentacles, Queen of Swords, അയ്യോ ഇവിടെ നിങ്ങളുടെ എനർജീസ്, നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് വല്ലാത്തൊരു ബോർഡനും സ്ട്രെസ്സും ആണ് ഈ ഒരു ടൈമിൽ ഇവിടെ ഉള്ളത്. അതൊരു പക്ഷേ ഐ തിങ്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്ത് മടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഏത് ഈ റിലേഷൻ ബ്രേക്ക് ആവുന്ന ടൈമിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് ഈ ഒരു വ്യക്തിനെ ചെന്ന് എന്താ പറയുക, ഇവരുടെ കൈയും കാലും എല്ലാം പിടിച്ച് ഇവർക്ക് ശരിക്കും എന്താ പറയുക, ശരിക്കും അത് അവർക്കൊരു അതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. ഹെൽത്തി അല്ലാത്ത ഒരു ശീലം, ആ ശീലമാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് ആളിവിടെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വിചാരിക്കുന്നത് നിങ്ങൾ വരട്ടെ, പക്ഷെ നിങ്ങൾ അറ്റ് ദ സെയിം ടൈം ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ക്യൂൻ ഓഫ് സോഴ്സിനെ പോലാണ് ഇരിക്കുന്നുള്ളത്. ലൈക്ക് വെട്ടൊന്നും മുറുകണ്ടെന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത്. കാരണം പണ്ടത്തെ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മൈൻഡ് ഗെയിംസ് കളിക്കാനായിട്ടോ ചുമ്മാ നിങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ടോ ശരി അങ്ങനെ നടക്കത്തില്ല. മനസ്സിലാവും, ഒരു എനർജിയിൽ നിൽക്കാൻ പാടില്ല. അതാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിൽ. അപ്പം ഇവരിങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നത് കാണുന്നുണ്ട്, നിങ്ങൾ ഒത്തിരിയധികം ഗ്രോ ചെയ്യുന്നത് കാണുന്നുണ്ട്. ബട്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിക്കാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് ഞാനാണ് ഈ ഒരു വ്യക്തി എന്താ പറയുക, ഇപ്പം അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാനിപ്പം ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ കോണ്ടാക്റ്റിലേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി എന്നെ മൈൻഡ് ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ ഇവരെനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു എന്താ പറയുക ഒരു മൈൻഡ് എനിക്ക് തരണം എന്നില്ല എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു ടൈമിൽ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. നേരത്തെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കോർട്ടിലാണ് ബോളുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്തില്ലെന്നാണ് ഇവിടെ ആ ഒരു തോട്ട്സ് എന്ന് പറയുന്നത്. മേ ബി അത് ശരിയായിരിക്കാം, കാരണം നിങ്ങൾ അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഈ റിലേഷനിൽ ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും സ്ട്രഗിൾ ചെയ്യാനായിട്ടും ഇനി അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് വയ്യ. അതുകൊണ്ടാണ് ആ ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. അവർ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ശരിക്കും ഇപ്പം ഈ ഒരു ലോങ് സെപ്പറേഷൻ മേ ബി നിങ്ങൾ ചെല്ലേണ്ട ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചെല്ലേണ്ട ടൈം കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ഇവർ ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചിട്ട് ഓരോരുത്തർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വരാത്തത്, എന്താണ് ഈക്വൽ ഗിവണ്ടേക്ക് ചെയ്യാത്തത്, വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിക്ക്. മനസ്സിലായ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയത്. എഗെയിൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ
കുറച്ച് പേർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇന്നോ നാളെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ജസ്റ്റ് ഹായ് ഹലോ എന്നൊക്കെ മെസ്സേജ് റിസീവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. കാരണം എന്താ എക്സാക്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾ പറയുന്നുമില്ല, ശരിക്കും ഒരു വ്യക്തിക്ക് ഒരു അറിവുമില്ല എന്താണ് സംഭവം, എക്സാക്ട് എന്താണ് നടക്കുന്നത്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉഴലുവാണ് ഈ ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത്രയും എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരിയധികം പ്രോബ്ലംസ് ഉണ്ട്, എങ്കിൽ പോലും അവർ ഈ ഒരു റിലേഷനെ കുറിച്ച് ഓർത്തിട്ട് ഇപ്പൊ തല പോയിക്കുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ബെല്ലൈക്കൻ ഡോണ്ട് ഫോർഗെറ്റ്. ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു, കൂടുതലായിട്ട് വലിയ എനർജീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വലിച്ചു നീട്ടി പറയാനും വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.